വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറ തുമ്പി പറ. ഇന്നത്തെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ആയിരിക്കും. പറഞ്ഞോ. അടുത്ത വീഡിയോയിലല്ല, കഴിഞ്ഞ വീഡിയോയിലല്ലേ പറഞ്ഞില്ല മേക്കപ്പ് ചെയ്യണമെന്ന്. അതിനാണ് ഞങ്ങള് വന്നത്. യെസ് ഗൈസ് അല്ലേ തുമ്പി? യെസ് ഗൈസ് പറയ്. യെസ്. ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളെ പ്ലാൻ എന്താ വെച്ചാല്, കഴിഞ്ഞ വ്ളോഗിൽ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിലാണ് ഒരാളെ കമന്റ് കണ്ടിരുന്നു, ചേച്ചി അല്ലുവിനെയും തുമ്പിനെയും കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. എന്താകും എന്റെ കോലം എനിക്കറിയില്ല. അപ്പോ ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് നമ്മുടെ അല്ലുട്ടനും തുമ്പി മോളും. എന്താ പോലെ കണ്ണു കുഴി ഊരുവോ? കണ്ണ് എഴുതുന്നു പറ. എന്താവും എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. കാരണം ഇവരെ കയ്യിലേക്ക് എന്റെ മുഖമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ചവിട്ടി പോലെ ബേക്കറി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടേ, അതിലേക്കാണ് മുപ്പത്തിനെ ഫുള്ള് കണ്ണുള്ളത്. അപ്പൊ എന്താകും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, ബെൽ ബട്ടൺ നിൽക്കുക. മോൻ ഇതുപോലെ ഈ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ ഈ ആരായിരുന്നു നഖം കടിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അടുത്തേക്ക് ഞാൻ അപ്പുറത്തേക്ക് അത് എത്ര ഇറങ്ങറിയും. ഓക്കെ തുമ്പി ബാക്കിൽ എന്തോ കള്ളപ്പണി ഒപ്പിക്കണ്ടല്ലോ. തുമ്പി ഇങ്ങനെയാണോ തുമ്പി ഞങ്ങളോട് കളിക്കാൻ വരണ്ട. ഞാനും ഏട്ടനാ കളിക്കുന്നത്. പോ എന്നാ അങ്ങോട്ട് വാ, വേം വാ. മേക്കപ്പ് ചെയ്യുന്ന ആരാണ്? ഇതാ അലമ്പ് കളിക്കുകയാണെങ്കിൽ അപ്പൊ അമ്മ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. വികൃതി കളിക്കുകയാണെങ്കിൽ ഓരോ ഈ കളിയിൽ നിന്ന് ഔട്ട്. വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ലല്ലോ, റൂമിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായോ? തുമ്പി ഇനി ആ സാധനം അടി എന്നോട് കിട്ടണല്ലോ. ഇങ്ങോട്ട് വാ. ഇതവിടെ ഇവര് ചോദിക്കുന്ന. എന്നാ ശരി ഗൈസ്, ഞാൻ തുമ്പിനെ അവളെ അച്ഛമ്മേനെ അച്ഛനെ എടുത്ത് ആക്കിയിട്ട് വരാം. എന്നിട്ട് അല്ലൂസ് അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്ത് തന്നോട്ടെ. ഈ ചെയ്യണ്ടോ? എന്നാ വികൃതി കളിക്കാതെ അടങ്ങി ചെയ്യോ? ചെയ്യാ പറയ്. ചെയ്യാം ഗൈസ്. തുമ്പി എന്താ ചെയ്യാ? ഏട്ടനും ലിപ്സ്റ്റിക് ഇടും, തുമ്പി ലിപ്സ്റ്റിക് ഇടും. ഓരോ സൈഡും ഓരോരുത്തർക്ക്. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ അല്ലൂസ് ചെയ്യുമ്പോ ഇവിടെ തുമ്പി ചെയ്യൂ. അങ്ങനെ ചെയ്യാട്ടോ നമുക്ക്. ഇല്ല ഞാൻ ഇവിടെ അടി പൊട്ടിപ്പൂരായിരിക്കും. അതൊരു ചുണ്ടല്ലുള്ളൂ അല്ലേ? എങ്ങനെ നിനക്കത് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇവിടെ അല്ലു ചെയ്യും, ഇവിടെ തുമ്പി ചെയ്യും. ശരി, ഞാൻ അതുപോലത്തെ ഒന്നും കണ്ടുപിടിച്ച് വരരുത്. ഓക്കെ ഗൈസ്. അപ്പൊ ഞാന് എന്റെ മേലിപ്പോ അധികം മേക്കപ്പ് ഒന്നുമില്ല. അപ്പൊ പുറത്ത് പോയി വന്നോണ്ട് കണ്ണെഴുതിയിട്ട് അതൊക്കെ ഒന്ന് മായ്ച്ചളയാം. ഇവർക്ക് കൊടുത്തിരിക്കുന്നു ഞാൻ ഇന്ന് തന്നെ. പറയ്. എന്തൊരു സന്തോഷം. നീ എന്നെ സുന്ദരിയാക്കുവോ? ആക്കോ? സത്യം പറ. കാതു കുത്താനോ? അങ്ങനൊന്നും പറയാതെടാ. എടാ വൃത്തിക്കൊക്കെ ഒന്ന് ചെയ്യണേ കേട്ടോ. എനിക്കെന്നെ പേടിപ്പെടുത്തുന്ന രീതിയിലാവരുത്. നഖം കടിക്കുന്നവരെ അപ്പം ഞാൻ കളിന്ന് പുറത്താക്കും കേട്ടോ. അവനിപ്പോ വൃത്തിയുടെ സ്വഭാവം തുടങ്ങിയത്. ഇപ്പം ഓക്കെ അമ്മേനെ ഇഷ്ടമായി. ഇത് കഴിയുമ്പോ നിങ്ങൾക്ക് ആർക്കെന്നെ ഇഷ്ടാവോന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ തുമ്പിക്കും അല്ലൂസിനും വേദി കൈമാറുകയാണ് ഗായ്സ്. പക്ഷെ കുറച്ച് ഹെൽപ്പുകൾ ഞാൻ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇവരുടെ മുഖം ഇങ്ങനെ തരില്ല. ഓക്കെ, നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് തുമ്പി? മേക്കപ്പിൽ എന്താ ചെയ്യേണ്ടത്? മോനെ ഒബ്സർവേഷൻ പവർ. നീ എന്താ ചെയ്യുന്നേ? ക്രീം തേക്കണം. എന്താണ്? മോനെ പൊളി പൊളി. അവിടെ മുട്ടിത്തിരിക്കുന്നില്ല, കാണുന്നില്ല. പൊല്ലി. ക്രീം തേക്കൂ. എടാ ക്രീം ഓളെ കയ്യിലാക്കി കൊടുക്കില്ല. ഓള് വേറെ എന്ത് എടുത്തോളൂ നിന്റെ മോന്തേ തേക്കൂ. എന്തൊക്കെ പേടിക്കണം അല്ലേ? വൃത്തിയുടെ സ്വഭാവം കറക്കുണ്ടോ? ഡ്രസ്സിന് എടുത്തിട്ട് ഇങ്ങനെ കണ്ടൊക്കെ തുടങ്ങി ഞാൻ കൺമഷി തുടങ്ങി. പക്ഷെ അങ്ങനെ തുടക്കിയെന്നാണ് പറയാം. പക്ഷെ ഞാൻ അങ്ങനെ തുടക്കും കഴിച്ചു. എന്താ മോളെ? അയ്യോ ഇതൊന്നും ആദ്യം തേക്കല്ലേ. ക്രീം തേക്കിയത് അവളൊക്കെ ക്രീം തരില്ല. അല്ലുസൊക്കെ ക്രീം തരില്ല. കയ്യിലാക്കി കൊടുക്ക്. ഈ കയ്യില്. ദൈവമേ, ഇന്നത്തെ കൊണ്ട് കൊന്നല്ലേ കുടുംബം വിളിക്കും അല്ലേ ഞാൻ വിളിക്കും. മെല്ലെ തോണ്ടി തേക്കി. ഇൻസ്ട്രക്ഷൻസ്. അമ്മച്ചി പൊറാട്ട മാവ് കൊയ്ക്കും പോലെ കൊയ്ക്കാനല്ല പറഞ്ഞത്. ഒരു ഇച്ചിരി എടുത്തു. അമ്മേ, വീടിന് പുട്ടി അടിക്കാൻ മാത്രം എടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് ക്രീം ബാക്കി ഇതിൽ വെക്കുവോ? ഇത്രയും പൈസ എന്റെ ഇല്ല. എടുക്കേ എന്റെ വാപ്പേ, ഒരു മാസത്തേക്ക് തേക്കണ്ട ഒറ്റ ലോഡ്. അമ്മേ അതൊക്കെ അയ്യോ. കൊട്ടമാവ് അല്ലേടാ പൊറോട്ട മാവ്. അടക്കെ എന്റെ മുടി ക്രീം കുളിക്കുന്നു. മോളെ മൂക്ക് അമ്മനെ വേണ്ടേ? വേണമെങ്കിൽ അമ്മന്റെ വാപ്പച്ചി പോയി
പാപ്പച്ചി ഇനി കുളിച്ചോളി. അയ്യോ എന്റെ കുപ്പായത്തിന് ബാക്കിയും ദോശ. ഇങ്ങനത്തെ മേക്കപ്പ് ആണെങ്കിൽ ഇതൊന്നും ഇന്നത്തെ കൊണ്ട് നമ്മൾ തീരൂല മക്കളെ. എന്റെ ഡ്രസ്സിലാക്കരുത് കേട്ടോ. ഞാൻ തൊടാൻ പാടില്ലല്ലേ അമ്മേ. എന്താ പെടക്കി കൂടെ. ഓ ബാക്കി വന്നൊക്കെ തേക്കുന്നേ എന്റെ മൂക്കിലൊന്നും അയ്യോ അതല്ല. അടുത്ത ക്രീം കഴിഞ്ഞാൽ ഏതാ അല്ലൂസ് പറഞ്ഞു. അല്ലൂസിനാണ് ഇത്തിരി വിവരമുള്ളു. തുറക്കാൻ പാടില്ലല്ലേ. ക്രീം കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് തേക്കണോ? ഇനി ഒരു ക്രീം കൂടെ ഉണ്ടല്ലോ. എടാ ലിപ്സ് ഒന്നും പറയാനും പാടില്ലല്ലോ. അല്ലൂസെ ലിപ്സ്റ്റിക്കിന് മുന്നേ ലിപ് ബാം യൂസ് ചെയ്യണം ഒക്കെ അങ്ങ് അറിയുന്ന കാര്യങ്ങളാണ്. ക്രീമേടാ ഒരു ക്രീം കൂടെ ഉണ്ട്. ഒക്കെ എന്താ അതാ ഈ ക്രീം എറിയാണല്ലോ സാധനങ്ങളൊക്കെ. ഓൻ തരും ഞാൻ തരാം. രണ്ടാക്കി തരാം. ഇതായൊക്കെ ഇതൊക്കെ അതിന് അറിയാട്ടോ. ഇത് ഇവിടെയാണ് നടക്കാൻ. ഇനി പഫ് എടുത്തിട്ടാണ്. മനസ്സിലായില്ല. ഞെക്കില്ലേ മേക്കപ്പ്. അമ്മ കണ്ണിലാക്കല്ലേ മക്കളെ. നമുക്ക് കണ്ണ് പിന്നെ വേണ്ടേ. ഇവനെന്താ ചിത്രം വരയ്ക്കുന്നേ? റൂട്ട് മാപ്പ് ഇട്ട് കൊടുക്കാൻ തോന്നുന്നു. അമ്മച്ചി അയ്യോ എന്റെ മുടിയല്ലേ കിടന്ന് ഉരുളുന്നത്. എടാ പഫ് ഇട്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ആക്കണ്ടേ. ഇവനെ പെയിന്റിന്റെ പണിക്ക് വിടുന്ന ആ തന്നെ ഇപ്പൊ കോപ്പി അടിക്കും അവള് ബെസ്റ്റാ. ആ കണ്ടോ ഏട്ടൻ എന്തൊക്കെയാ ആക്കുന്നത് തുമ്പി. കോപ്പി അടിക്കൊക്കെ ചെയ്യടി പറയിപ്പിക്കാൻ. അവിടെ പോയി പഫ് എടുത്ത് വാ. മോളെ സ്പോഞ്ച് എടുത്ത് വാ. ഇല്ല ഇത് മര്യാദക്ക് മിക്സ് ആക്കിയോ നീയേ. മിക്സ് ആക്കിയോ നീയേ. നിന്റെ കയ്യിലുള്ള എല്ലാം എടുത്തോ. തിന്നതാണോ നീ? മുഖത്തൊക്കെ ഒരു കൊട്ട തേച്ച് വെച്ചതാ. എനിക്കൊത്തിരി ഞാനൊക്കെ തേക്കട്ടെ. നിന്റെ ഡ്രസ്സ് തേക്കരുത്. കണ്ണൊക്കെ എഴുത്. ലിപ്സ്റ്റിക് നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പാണ് മക്കളെ കേട്ടോ. ക്രീം തേച്ച് കഴിഞ്ഞു മോളെ. നെക്സ്റ്റ് അടക്കെ തുമ്പിയെ. എന്റെ ഈ സാധനങ്ങളൊക്കെ എന്റെ സാധനങ്ങളെ അയ്യോ പുരിക ഇത് ആദ്യം അടക്കെ ഞാൻ എടുത്തു തരാം മക്കളെ. ഇത് അമ്മയ്ക്ക് പിന്നെ വേണ്ടത് കൊണ്ടാണ് കേട്ടോ. പിരിക എഴുതിക്കോളൂ. ഈ പിരിക അല്ലു ആ പിരിക ഒറ്റ മിനിറ്റ് അത് നോക്കിക്കൊടുത്താള്. ആദ്യം ഓളെ എഴുതിക്കോട്ടെ. നന്നാ എഴുതിക്കോ. അതും കൊണ്ട് എഴുതാനല്ല അത് പ്രശ്ന. അയ്യോ വാപ്പേ ഇത് മതി. എടുത്തിട്ടുണ്ട്. അവള് വീട്ടിൽ അതിർത്തി കിട്ടുകയെന്നാ തോന്നുന്നത്. അയില്ലല്ലോ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഓള് അതിർത്തി വരുമ്പോ ഇതിലൂടെ അടക്കല്ലൂസേ. ഒരു സാധനം കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കാൻ പാടുള്ളൂ. എന്നാ തുമ്പി പിരികം അടക്കോള് പിരികം കംപ്ലീറ്റ് ചെയ്യട്ടെ. വട്ടാൻ ആക്രാന്തി അല്ലോ. അന്നാ ഞാൻ തുറന്നു ആവശ്യമില്ലാത്ത എന്താ ഇത്. ഇതൊക്കെ എന്താ തുമ്പി കാക്ക തൂറിയല്ല ആടി ഇവിടെയൊക്കെ. എന്റെ കഴിഞ്ഞോ? മതി. ആ ബ്രഷ് എനിക്ക് ഇനിയും വേണ്ടതാണല്ലോ ദൈവമേ. അമ്മേ എന്തോ ഒരു ശുഷ്കാന്തി അവക്ക്. അയ്യോ ഓക്കെ അത് മതി. രണ്ടു കൂട്ടറായി നന്നായി. ഒന്നൂറുണ്ടായി. ഞാൻ എന്തൊക്കെയാണ് വെക്കട അവിടെ. എന്താ ഇത് കൈവിട്ട് തരാൻ പറ്റൂല മോളെ. ഇത് അമ്മയ്ക്ക് ഇനിയും വേണ്ടേ. ഇത് തന്നെ 2 കഷ്ണാക്കിയത് ഇവളാണ് ഗൈസ്. ഞാൻ ഇതിലിപ്പോ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടാ കൊണ്ടു നടക്കണേ. എന്താ ചെയ്തേ? ബ്യൂട്ടി കുത്തോ? പുരിക കഴിഞ്ഞോ? ആരക്കടോ ഓളത് കയ്യട്ടെ. കഴിഞ്ഞതാ ഇത് കേട്ടാ. ചെയ്തോളൂ. നല്ലപോലെ ചെയ്യണേ മോനെ. നിന്നിലാണ് അമ്മയ്ക്കൊരു പ്രതീക്ഷ ഉള്ളത്. ഓളെന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത്. അമ്മേന്റെ കുട്ടിക്ക് പിന്നെ ഇച്ചിരി വിവരമുണ്ട് തോന്നുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ നമ്മുടെ കുട്ടി പഠിച്ചോ? ചേട്ടൻ എന്തൊന്ന് ഇട്ടോട്ടെ മോളെ. ഓൻ ആ വഴിയെങ്കിലും അറിയ. എന്താടി ഈ എന്റെ പിരികൊന്ന് നോക്കു തുമ്പിയെ. എന്താപ്പത്? ദിഗംബരാക്കി പള്ള പിരികം കൂടെ പോയല്ലോ. മതി. എന്താ ഇത് വെച്ച് കോമ്പ് ചെയ്യൂ. അടക്കടോ കംപ്ലീറ്റ് ചെയ്യും. ഒരു സാധനം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഓള് ചെയ്ത് നോക്ക്. അതായത് കുത്തണ്ട. അതായത് കുത്താളല്ല കോമ്പ് ചെയ്യാനുള്ളതാ. ചെയ്തോളൂ.
എന്താ ഒരു കൈ വിറയ്ക്കുന്നുണ്ടോ? മറ്റേ കൈ ഇവിടെ വെച്ച് ചെയ്തത് എന്താ അവള് ചെയ്യണേ? ആഹാ. ആ ഇനി ഏട്ടൻ വാങ്ങ് ഏട്ടൻ ചെയ്. അതിന് കുത്താളല്ല, അത് കോമ്പയുള്ളതാ. എന്റെ വാപ്പേ, അവിടെ കോമ്പ്, ഐബ്രോ കോമ്പയേ കോളെ. ആ സെറ്റാണ് നിങ്ങൾ രണ്ടാളും. ഇനി ഇതല്ലേ തുറന്നിട്ട് ഇതിൽ മതി. ഇങ്ങനെ കൊറേ ആക്കിയിട്ട് പിന്നെ കോളാക്കല്ലേ. ഇല്ല ഇനി ഇത് കണ്ണെഴുതാൻ. അയ്യോ എന്റെ ഐലൈനർ ഞാൻ ആർക്ക് കൊടുക്കാറില്ല. ഇതിപ്പോ ഇങ്ങനെ ആയോണ്ട് ഞാൻ തരാം. ഡോണ്ട് മേക്ക് ആക്രാന്ത്. ഓക്കെ എന്ത് ഇളക്കല്ലേ? ആ ഒരു സൈഡോളം എഴുതിട്ട് ആക്കി തരേ. എന്റെ ഭഗവാനെ, അയ്യോ 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 പിരികത്തിലല്ല, കണ്ണിന്റെ മോളെ എതിരി പൊട്ടത്തി, കണ്ണിന്റെ മോളെ എതിരി. ആഹാ 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 ഇത് അടക്കോള് വരച്ചില്ലേട്ടോ. മാല കെട്ടണോ കേട്ടോ? പാപ്പേ ഐഷാഡോ പോലെ ആക്കി വെച്ച. ഐഷാഡോ ഇട്ടില്ല. അയ്യോ ഒരു മിനിറ്റ്, എന്റെ കുട്ടിക്ക് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം. ഐഷാഡോ ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം, അതുകൊണ്ട് ഞാനിതൊന്ന് മായ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. അല്ല കാണുന്ന ആ തോർത്തെടുത്തിട്ട് വാലക്കാട്ടോർത്തുനിന്ന് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കുട്ടിക്ക് സങ്കടാവും. ഈ കണ്ണൊക്കെ കൊടുത്തില്ലേ, പിന്നെ ഈ കണ്ട് രണ്ടാളും കൂടെ ഐഷാഡോ ഇടാൻ കഴിയില്ലല്ലോ. അവിടെ നിക്കത്തുമ്പേ ആക്രമണം കാണിക്കല്ലേ പിന്നെ. പറയില്ലേ ഐഷാഡോ എന്ന് വെച്ചാൽ ജീവനാണ്. ഇത് ബോറായത് കൊണ്ടല്ല, അത് ഞാൻ പിന്നെ ഒക്കെ കൊടുക്കും. അപ്പൊ എന്തായാലും ബോറാവും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊരു ടെൻഷൻ വേണ്ട ഗൈസ്. അയ്യോ എന്താ മക്കളെ അത്, ഞാൻ എവിടെ ഒരതി കേൾക്കാൻ ട്രൈലോ ഓളെ കയ്യിൽ എന്താ ഐഷാഡോ ഇട്ടോളൂ. ഒരു കണ്ണിലൊരാള്, മറ്റേ കണ്ണിലൊരാള്. എനക്കൊന്നുമില്ല. അതിന് നല്ല കരവീര് തരണ്ടാക്കും. തുമ്പി ഇഷ്ടം പോലെ കളറുണ്ടല്ലേ. അയ്യ എന്താ ആ ചുണ്ടൊക്കെ കൂർപ്പിച്ച് വെച്ചത് നോക്കിയോട്ടെ. എങ്ങനെയുണ്ട് മോളെ? ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഭയങ്കര കോൺസെൻട്രേഷൻ. ഒന്നും വർത്താനൊന്നും പറയില്ലല്ലോ. ഇതാ ഏട്ടൻ നല്ല സൂപ്പറായിട്ട്. എന്താ അവളെ എനിക്ക് ചോറോട് കഴിഞ്ഞില്ലേ? കണ്ണിന്റെ ഉള്ളിലാടി, കണ്ണിന്റെ മുകളിലാ ഐഷാഡോ കേട്ടോ. മതി മോളെ, ഇനി അതിലൊരു ഒറ്റൊന്നും കളർ ബാക്കിയില്ല. മതി. അതിൻ്റെ കൂടെ ഓട് കണ്ണാടി ഒക്കെ ഉണ്ടോ? ആ അടച്ചോ അവിടെ വെച്ചോ. എറിയാണല്ലോ ദൈവമേ, ഇനി ഇത് വേണ്ടേ? ആ ഐഷാഡോ കേട്ടോ. ഇനി എന്താ വേണ്ടേ? അല്ലല്ല കണ്ണെഴുതാണ്ട്. ഞാൻ പറയണ കേൾക്കാണ്ട് ചെയ്യുന്നവരെ ഞാൻ കളിയിൽ നിന്നും ഔട്ടാക്കുന്നതാണ്. കൺമഷിയുടെ ഐലൈനർ ഇടറോ മക്കളെ. ക്രീമൊക്കെ അങ്ങോട്ട് തുറന്നിട്ടതാ. അതൊന്നും തുടങ്ങാനായില്ല. കണ്ണെഴുതാദ്യം. അല്ലു കണ്ണെഴുതാനുള്ള സാധനം കൊണ്ടുത്താ. കൊണ്ട് തേക്കില്ലേ ഭഗവാനെ. ഏറിയ ആൾക്കാരിത് കണ്ണ് അടച്ചു കൊടുക്കാൻ, കണ്ണ് തുറക്കാണല്ലോ. അയ്യോ അടക്ക്. ക്യാമറേനെ മുന്നിൽ തല മാറ്റണം കേട്ടോ. തല മാറ്റല്ലോ ഓളെ. കണ്ണ് തൊത്താനോ? എനിക്ക് ക്യാമറ മുന്നിൽ മാറല്ലോ. ആ കണ്ണ് തൊത്ത്. ഓ ഇന്റെ എല്ലാ അടവും നോക്കിയുടെ. എന്താ മോള് ചെയ്യുന്നേ? ഓ ബ്യൂട്ടി കുത്താണോ? കുത്ത്. അയ്യോ എന്റെ ഗുരുവായൂരപ്പ. അയ്യോ എവിടെ കുത്തണേ? ബ്യൂട്ടി കുത്ത് അവിടെയല്ല, ഇവിടെയാ. ഇവിടെ കുത്തിക്കോ. അയ്യോ മതി മോളെ, മതി. എന്റെ ഭഗവാനെ മതി. തലേ തേക്കി. അതും എന്റെ തലയിലേക്ക് വയ്ക്കും. എന്നാ നീ കണ്ണേത് ഭഗവാനേ. അവിടെ അവിടുത്തെ കഴിഞ്ഞ്. ഇനി ഇവിടെ എന്താ അമ്മ തരും. കണ്ണ് പൂട്ടിയട. കണ്ണിനുള്ളിൽ എഴുതണ്ട്.
ഓ ഓൻ വരയ്ക്കോ മതി മതി. ഓളപ്പുറത്ത് നിത്താ. ഇവിടെ ഇവിടെ എന്റെ സ്ഥലം അതാ. അനക്ക് എഴുതി തന്ന സ്ഥലം അത്. ഓക്കെ എഴുതി കൊടുത്ത സ്ഥലം അത്. ഓ അത് അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് പണി തന്നിക്കുന്നല്ലേ. ആ ഇനി അടുത്തത്. അമ്മ ഭാവിയായില്ലൂ. അല്ലു കണ്ണെഴുതുന്ന എടേ ഇല്ല കണ്ണെഴുത്. എന്റെ ബാപ്പേ എന്റെ അമ്മേ. അല്ലൂസേ ആയില്ല ആയില്ല ഞാൻ തരാം ഇത് തുടച്ചാ കണ്ണിന്റെ വാല് ബ്യൂട്ടി കുത്തിടോ തുമ്പിയെ. ഷേഡിന്റെ മുകളിൽ വെച്ച്. മതി മതി സൂപ്പർ സൂപ്പർ. ആ എനിക്ക് ഏട്ടൻ കൊടുക്ക്. അമ്മേ കണ്ണെഴുതിക്കോ. അതിലുണ്ട്. പിന്നെ ഒരു ബ്യൂട്ടി കുത്തല്ല കണ്ണിന്റെ മുകളിൽ എഴുതാനാ. കളിന്ന് ഔട്ടാക്കൂട്ടോ. അറിഞ്ഞോണ്ട് ആടെ ഇവിടെ വരച്ചു വെക്കുന്ന നമ്മള് കളിന്ന് ഔട്ടാക്കേ. എന്താ ഒരൊച്ച കേട്ടത് ദൈവമേ. സാറകളി എടുത്തു കൊടുത്തില്ല എനിക്ക് ശരിയാവില്ല. ലിബ എന്തൊരു ശുഷ്കാന്തി. ഒരു മാസത്തേക്കാണുള്ളതൊക്കെയാണല്ലോ എടുത്ത് തേച്ചത്. കുട്ടികളെ വേഗം നാട് വിട്ടോളി. ഇതെന്താ തേച്ചത്? ഇതെന്താണ്? എന്ത്? ബിദാമല്ല ലിബാം. ലിപ്സ്റ്റിക് ഇടട്ടെ. ലിപ്സ്റ്റിക് ഇട. എല്ലാരും എല്ലാം ഇട്ടോളി. നിങ്ങൾക്കൊക്കെ രസമല്ലേ. ആൾക്കാർക്ക് തരാം. അതൊക്കെ അറിയാലേ. അതിലുണ്ട് അതിലുണ്ട്. ഒബ്സർവ് മതി മതി മതി. അത് കഴിഞ്ഞ് സിന്ദൂരൊക്കെ തൊട്ടണ ഏഴര. ഇതെന്താടാ നീ റോട്ട് പോലെ സീബ്രാലയം വരച്ചേക്കും പോലെ എത്ര സിന്ദൂരാ തൊട്ട് വെച്ചത്. വായിക്കൂല ഇങ്ങനെ തന്നെ കിടക്കട്ടെ. എടാ സിന്ദൂര അമ്മ ഒറ്റ വരയല്ലേ വരയ്ക്കുള്ളത്. എന്താണത്? ആ പട്ടീനെ പിടിക്കാൻ പോകുന്നോ? ഇനി പൊട്ട് ഏത് കളറാ? തരാം. രണ്ടുപേർക്ക് ഓരോന്ന് വീതം തരാം കേട്ടോ. നിങ്ങൾ വരച്ചു തീർക്കും. ഓ നഖം കടിക്കുന്നവർ ഔട്ടാക്കുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുമ്പിക്കതാ. പിങ്ക് എടുത്തു. അമ്മേ ചോറോട് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. പൊട്ടമ്മയുടെ തൊടുക. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണെന്ന് തോന്നുന്നു. തുമ്പി ഏടേടി പൊട്ട എവിടെയാ വരയ്ക്കുന്ന പൊട്ടന്മാരെ? നോക്കട്ടെ. തുമ്പിയെ കളിക്കാലോ. എന്താണത്? ഇവിടെ തൊട് തുമ്പിയെ. അല്ലുടെ കളിയിൽ ഔട്ടാക്കി. അറിഞ്ഞോണ്ട് ചെയ്യല്ലേ. എവിടെ ശരിക്കും പൊട്ടിടുക? അടത്തോട് കാണില്ല അല്ലേ? എനിക്ക് കാണുന്നൊരു കളർ തരാം. തുമ്പിക്ക് തരാ. കാണോർത്ത് തൊടല്ലോ. മര്യാദക്ക് പൊട്ടോർത്ത് തൊട്. ഇല്ല എന്താ വെള്ളി കാണിക്കണേ? ആ അത് ഈ തൊട്ട ശരിയാണ്. അല്ലൂസ് തൊട്ട ശരിയാണ്. തുമ്പി ഏട്ടൻ തൊട്ടടുത്ത് തൊട്. മതി. ഇനി തന്നിട്ടുണ്ടല്ലോ 10 താളാറ്. എന്റെ മുഖം എന്താക്കി വെച്ചാടി?
മുടി ചീർപ്പെടുത്തോ? പോക്കുന്നേ ഇല്ല. ചീർപ്പെടുത്ത് വരും. അത് കാണാൻ നല്ല രസമുണ്ട്. ചീർപ്പതാ മുടി കെട്ട്. അമ്മ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ലല്ലോ. ഓ അതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നു. വാ അനിയത്തി മുടി ചെയ്യുമ്പോ മോൻ ലിപ്സ്റ്റിക് ഇട്ടോളൂ. ആയില്ല ചീവിയോ? അതൊക്കെ പോകുന്ന അത് ഏട്ട മോൻ എനിക്ക് ക്യാമറ മറിഞ്ഞിട്ടായിരുന്നു. ആ തുമ്പി അയ്യോ എന്റെ ഐഷാഡ അടി കിട്ടുവേ. നോക്ക് ഈ ഇട്ട് ലിപ്സ്റ്റിക് ഒന്ന് ഇതിട്ടോ ഇതിട്ടോ അതില് മുഖത്തുള്ളൊക്കെ എന്റെ കയ്യിലാവപ്പോ. അതാനേ വേണ്ടായിരുന്നു ഫുല്ലോ. ആ നല്ല രസമുണ്ട്. ഇനി ഇറക്കി പെട്ടുപോയതാ. നശിപ്പിക്കല്ലോ, ഇനിയും വേണ്ടതാണ്. ഇട്ടുകൂടാ നമ്മളമ്മേനെ. ഹലോ ഗായ്സ്, ഈ സിറ്റിയിലെ പ്രേതറക്കാണ് ദൃശ്യ. ഉമ്മയുടെ കൈ മതി എത്ര ഇനി മുടിയിൽ ക്ലിപ്പാ കുത്തി വേഗം പരിപാടി അവസാനിപ്പിക്കും. എനിക്ക് മതിയായി. എങ്ങനെ ഇത് കഴിഞ്ഞാ മതി കാണിക്കുന്നത്. ഒരു കോള് വന്നു ഗൈസ്. സിന്ദൂരാണത്. ഓ എന്റെ അമ്മേ, ഓളെ വക സിന്ദൂരം. എന്താ മോളെ അത്? ഇട്ടോ അമ്മട്ടര. മുടിയില് ക്ലിപ്പൊക്കെ കുത്ത്. ക്ലിപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ. ഏതൊക്കെയോ ക്ലിപ്പൊക്കെ എടുത്തല്ലോ നിങ്ങള്. അതൊന്നും ഇനി എടുക്കരുത്. ക്ലിപ്പ് ഇതാ ക്ലിപ്പ് ഇതാ മോളെ. വന്ന് കുത്ത്. വേണ്ട അത് വേണ്ട. അതിന് ഇതിനുള്ളൊക്കെ അതിനുള്ളൊക്കെ കൺഫ്യൂഷൻ ചെയ്യും. അത് ചെയ്ത സാധനങ്ങൾ ഇനി എടുക്കാൻ പാടില്ല. അതിന്റെ ക്ലിപ്പ് മുടി കെട്ട്. അതിന്റെ മുകളിൽ കൺവേശയാവും. ഇത് ക്ലിപ്പൊക്കെ കുത്തിക്കാം. അല്ലെങ്കിൽ ഇത് അവിടെ വെച്ച എങ്ങനെയാ പൊട്ടാ മുന്നിൽ കാണാൻ? അമ്മ മുടി കെട്ടണ പോലെയൊക്കെ കെട്ട്. മുടി കെട്ട പോലെ കെട്ടത്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇവിടെ ക്ലിപ്പൊക്കെ കുത്തി. എന്താണ്? ഏട്ടനോട് പറയും വെച്ചേ. താത്ത അതൊന്നും വെത്ത് കൊതുക്കുവോ? ഓടാ ഒരു സഹായം ചോദിക്കുമ്പോലെ പ്ലീസ് പറ. ഏട്ടൻ വെച്ചരും. സന്തോഷായില്ലേ? അയ്യോ എന്നെ കാണുമ്പോ എനിക്ക് എന്റെ ഒരു സന്തോഷം. ഏട്ടാ ഒന്ന് വെച്ചൊരു കോള സൈഡിലു. അത് കുരു എവിടെ കുത്തണ്ടെന്ന് പറയൂ. ഈ മുന്നിൽ തന്നെ ഓളയിലും വെച്ച് നോക്കില്ലേ. ഇപ്പോൾ കച്ചറുണ്ടാക്കൂ. ഓളിങ്ങനെ ഓർത്തുണ്ടൊക്കെ. ഓ ആ ഇവിടെ വെക്ക്. ഓളെ പല വെക്കാനല്ല തുമ്പി ഇങ്ങോട്ട് നോക്ക്. അമ്മ സുന്ദരിയായി മോളെ. ഇത്രയൊരു സൗന്ദര്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വാ തുമ്പി, അതൊന്നും എടുക്കരുത്. ഇനി ഒരു സാധനം എടുക്കരുത്. നോക്കി എല്ലാരും ചോദിച്ചോക്ക്. അമ്മ സുന്ദരിയായി ചോദിച്ചോക്ക്. അമ്മ സുന്ദരിയായി ചോദിക്കേ. പുറത്താക്കണോ കളി? ഒരു സാധനം എടുക്കരുത്. ഇനി എന്റെ മേക്കപ്പ് സാധനം കണ്ടിട്ടുള്ള ആക്രാന്താണ് കേട്ടോ. ഒന്നും വേണ്ട. അവിടെ വെക്ക്. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഇനി എല്ലാവരും ആയില്ല. ഇത് ആദ്യം ചോദിക്ക. സുന്ദരിയായോ ചോദിക്ക്. തുന്തടിയായോ? തുമ്പി അല്ലു ചേടേ. ഈ സൈഡ് അല്ലൂസ് നിക്കൂ. ക്യാമറ ഓഫ് ആക്കിട്ട് നമ്മള് താരേക്ക് പോവും. എന്തിനീ കോല അച്ഛനെയൊക്കെ കാണിക്കാനോ?
എന്റെ മോനെ അച്ഛൻ പറയും ഈ കുട്ടിക്ക് ഇതുവരെ ഈ വട്ടില്ലായിരുന്നു, ഇപ്പൊ ഈ വട്ടു ആയോ എന്ന് ചോദിക്കൂ. ഇവിടെ നിക്ക് ചോദിക്കും, നിങ്ങൾ മേക്കപ്പ് ചെയ്ത ആൾക്കാര് അഭിപ്രായങ്ങൾ ചോദിക്കണം. ഇവിടെ കയറി ഇരിക്കും, കേറ് ചോദിക്കു തുമ്പി, ചോദിച്ചു തുമ്പി, ഞങ്ങളെ മേക്കപ്പ് ഇഷ്ടായോ ചോദിക്കേ. ഇത്തായോ അല്ല ചോദിക്കേ. അല്ല ഈ ക്യാമറ ഓഫ് ആക്കിട്ട് എന്നെ താരോട്ട് വിടണേ. വിടാ, ഇത് പറ. അമ്മ സുന്ദരിയായിന്തോ? കഴുത്തിൽ കഴുത്തിലൊരു പൊട്ടുണ്ട്, അതും കൂടെ എടുത്ത് വെച്ചേക്ക്, നമ്മൾ തൃപ്തിയായല്ലോ. അതിന്റെ കൂടെ എന്റെ കയ്യിൽ തന്നെയുള്ളത്. തുമ്പി അമ്മ സുന്ദരിയായോ മോളെ? കിട്ടോന്ന് മതിയായില്ലേ? ഇത് ലിപ്സ്റ്റിക് ആണത്. കുട്ടിക്ക് പൊട്ടിടാൻ കഴിയുന്നില്ല ഗൈസ്. ആദ്യം ഇത് ചോദിക്ക്. ഹായ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ ചോദിക്ക്. ഇതിലെന്താ നോക്ക? അമ്മി പൊട്ട് തൊട്ടേട്ടെ, നോക്കിയേ, പൊട്ട് തൊട്ട നോക്ക്. സുന്ദരിയായോ? എടുക്കരുത്. ഇനി ചോദിക്ക് തുമ്പി, ചോദിക്ക്. ഇവരെയും വെച്ച് വീഡിയോ ചെയ്യാന്നാലുണ്ടല്ലോ ക്ഷമേന്റെ നെല്ലിപ്പല കാണും ഗൈസ്. കണ്ടോ, ഇത് അല്ലുട്ടന്റെ പിടി, മിണ്ടാണ്ടിരിക്കണം അവിടെ കേട്ടോ ഗൈസ്. ഇത് അല്ലുട്ടന്റെ സൈഡ്, ഇത് തുമ്പമ്മയുടെ സൈഡ്. അമ്മേ, എന്താടി കാണിച്ചു വെച്ചത്? നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. തുമ്പ, ഇതെന്താ അവിടെ? തുത്തോ? കുത്താണോ അല്ലെ? ബ്യൂട്ടി തുത്താണോ? എന്താണ് ബ്യൂട്ടി തുത്താണ് ഗൈസ്. ഇത് തുമ്പിന്റെ ബ്യൂട്ടി തുത്ത്. പിന്നെന്താ ഉള്ള തുമ്പി? എന്തൊക്കെയാ പറഞ്ഞു? ഒരു സൈഡില് 3 പിരിയ അടുപ്പങ്കല്ല് കൂട്ടിയതാണ് എന്റെ കവിളില്. ആണോ? ഊരി തരാം. ആദ്യം ഇതൊക്കെ പറഞ്ഞു കൊടുക്ക്, ഓർക്ക് പറഞ്ഞു കൊടുക്ക്. ഇതെന്താ ഇട്ടത്? ആയില്ല, ഇതെന്താ ഇട്ടത് പറഞ്ഞു കൊടുക്ക്. കണ്ണിന്റെ മുകളില് പെരയോ? അയച്ചാതോ ഗൈസ്, അയച്ചാതോ. കണ്ണിന്റെ മുകളില് അയച്ചാതോ. പിന്നെ ചുണ്ടിലൊക്കെ ഇട്ടത് ബിത്തിത്ത്. ഇതാണ് ഓള് കറക്റ്റ് ചെയ്യാണ് ഗൈസ്. അയ്യോ കുപ്പായത്ത് തുറക്കല്ലേ, അത് ഞാൻ അലക്കണല്ലോ ദൈവമേ. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. ഇനി കണ്ണിന്റെ അവിടെ എന്താ? കൺമശി. പൊട്ട് തൊട്ടണോ തുമ്പി? അവിടെ തൊടയത്. ഓക്കെ, ഇനി അല്ലൂസ് പറഞ്ഞു കൊടുക്ക. അല്ലൂസ് എന്തൊക്കെ ചെയ്തതെന്ന്? ഒരു പൊട്ട് തൊട്ട്, ബ്യൂട്ടി കുത്ത്, ലിപ്സ്റ്റിക് ഇട്ട്, കൺമശിട്ട്, ഐഷാഡോ ഇട്ട്, മുടി കുത്തി, എന്തൊക്കെ ചെയ്ത് മക്കളെ. ബ്രൂട്ടീഷ്യൻസ് എല്ലാം എന്ത് ഭംഗി. നഖം കടിക്കല്ലേ, അത് അതിന്റെ മേലും കുറച്ച്. ഇന്നത്തെ വ്ളോഗ് എന്തായാലും നല്ല റിസൾട്ട് ഗൈസ്. എങ്ങനെയുണ്ട് മോളെ? ഒരു ലുക്ക് കാണിച്ചെടുക്കട്ടെ. ബ്രൂട്ടീഷ്യൻ, ഈ ബ്രൂട്ടീഷ്യൻ. എങ്ങനുണ്ട് മക്കളെ? തുമ്പി എങ്ങനുണ്ട്? നമുക്ക് അച്ഛത്തിൽ കാണിച്ചെടുത്താലോ? ആസ് യൂഷ്വൽ ഞാൻ ഒരുങ്ങിയാൽ എൻ്റെ കെട്ടിയനെ കാണിക്കണമല്ലോ. ഞാൻ ആദ്യം എൻ്റെ കെട്ടിയനെ വിളിച്ചു. ഇത് കണ്ടിട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് മുഖത്തൊരു കൈ വെച്ച് ചുറ്റും നോക്കി. ആൾക്കാരും കാണുന്നില്ലല്ലോ, കാരണം വർക്കിൻ്റെ ഇടയിലാണ് ഞാൻ വിളിച്ചത്. ജോലിൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ ജസ്റ്റ് ഫോൺ എടുക്കട്ടോ. ഞാൻ എന്ത് ഒരുങ്ങിയാലും ഒക്കെ ഏട്ടനെ കാണിച്ചില്ല, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഈ കോലം ഏട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ടോ, മേക്കപ്പ് ചെയ്ത 2 ആൾക്കാരുണ്ട്, ഞാനുണ്ട്, മോഡലുണ്ട്. എങ്ങനെയുണ്ട്? ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ചായിട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ വെച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ അത് കുറച്ച് മുമ്പെടുത്ത, അതായത് മുമ്പ് എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ എന്നൊക്കെ ഏതൊരു സിനിമയിൽ പറഞ്ഞില്ലേ, അതുപോലെ ഏട്ടന് ഒഴിവില്ലെങ്കിൽ പോലും ഞാൻ ആനന്ദകരമാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഏട്ടനെ വിളിച്ച് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഏട്ടൻ വെച്ചതിന് ശേഷം അടുത്ത ചെസ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുള്ളത് റീനമ്മയ്ക്കാണ്. അമ്മ ഈ മക്കളൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയോളൂ എൻ്റെ എൻട്രി. ടെൻഡടേ. അപ്പം അമ്മേനെ പോകുന്ന നോക്കി, അമ്മേ ഇതെന്താണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വരെ ചിരിച്ചു കേട്ടോ.
അങ്ങനെ അമ്മേനെയും ഞെട്ടിച്ചു. ഓക്കെ, പക്ഷേ എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ ഭയങ്കര ചിരി വരുമായിരുന്നു. ഈശ്വരാ എന്ത് കോലാതെ ഒരുമാതിരി മറ്റേ രാക്ഷസികളൊക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ 2 സൈഡിൽ നിൽക്കുന്ന മുതലുകളെ നോക്കി എന്തൊരു സന്തോഷമാണ് രണ്ടാൾക്കും നോക്കിയേ. ആദ്യമൊക്കെ അമ്മയ്ക്കൊരു ഞെട്ടലേനെങ്കിലും പിന്നെ അമ്മ വേറെ എന്തൊക്കെയാണ് കഥയായിട്ടോ പറഞ്ഞത്. ഞാൻ ഭയങ്കര ഇതിനെപ്പറ്റി ഹൈലൈറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല ഗൈസ്. അങ്ങനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. തുമ്പമ്മ ബാക്കിൽ ഫുൾ ആക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത താരം പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത താരം ഞെട്ടിക്കണം, അങ്ങനെ വേണം പറയാൻ. അടുത്ത താരം ഞെട്ടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി അത് പറയാം. അതിൻ്റെ ഇടയിൽ അമ്മ വേറെ എന്തൊക്കെയോ കഥ പറയാണ്. ഇനി ഞാൻ പിന്നെ പാച്ചച്ചനെ വിളിച്ചിട്ടോ, തൊട്ട് താഴെ തന്നെയുള്ളൂ. പക്ഷേ ഈ കോലത്ത് പോയി അച്ഛനൊക്കെ കണ്ടാൽ മോശമല്ല. അതുകൊണ്ട് ഞാൻ പാച്ചച്ചനെ മാത്രം വിളിച്ച് അച്ഛൻ ഇതാ മക്കളെ കണ്ടത് അങ്ങനത്തെ എന്തപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്യുന്ന മോളിന്ന് താഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ മാസ് എൻട്രി ടെൻഡേ. അപ്പം അച്ഛനുണ്ടല്ലോ ഇതെന്താന്നൊക്കെ പറഞ്ഞു. പിന്നെ മുഖം കണ്ടപ്പോഴാണ് അച്ഛൻ ഇത് ആരാ തുമ്പി ഇവർ ഒരുക്കിയാണൊക്കെ ചോദിച്ചു. പിന്നെ ഇളയമയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ. ഞാൻ ഇപ്പോൾ താഴത്തെ ഇറങ്ങി വന്ന് അച്ഛൻ കണ്ടായിരിക്കും ഈ പെണ്ണിന് എന്താണ് വൈശാഖിന് ഇപ്പോൾ ഈ പ്രാന്തത്തിനാണോ കിട്ടിയതായിരിക്കും. ഇവർക്കൊക്കെ പിന്നെ ശീലമായി, അച്ഛനും കണ്ട് ശീലമായി. കാരണം അച്ഛൻ കൊലായി കുത്തിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാവും മുറ്റത്തുനിന്ന് തുള്ളുന്നു, ഡാൻസ് കളിക്കുന്നു, ക്യാമറ ഓണാക്കുന്നു, ഓടുന്നു, അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, ക്യാമറ ഓഫാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ വിചാരിക്കും ദൈവമേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു പ്രാന്താണല്ലോ. ഇനി കുട്ടികളെ മൊത്തം പറഞ്ഞില്ല എന്നെ എന്തായാലും പറയാൻ മതിയാവും. അങ്ങനെ ഈ കോല അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൊണ്ട് അച്ഛൻ ഓടുകയാണ് കേട്ടോ. അമ്മ ആലയിലായിട്ടാണ് തോന്നുന്നത്. ഉഷേ ഇതാ വന്ന് നോക്ക് എൻ്റെ മരുവളെ കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വേഗം കൊണ്ടേ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനും എക്സൈറ്റഡായി. അമ്മയ്ക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, സെറ്റാക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതിലും കുറച്ചുകൂടെ വൃത്തികേടാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്രയ്ക്കും വൃത്തികേടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ആലയിലുള്ള അമ്മ വന്ന് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ കമൻറ്റ് ചെയ്തായിരുന്നു അമ്മ എന്താ ചെയിൻ ഇടാത്തതെന്ന്. ആലയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അമ്മ ചെയിൻ ഇടാറില്ല, പുറത്തൊക്കെ പോകുമ്പോൾ ഇടും കേട്ടോ. അപ്പോൾ തന്നെ കണ്ടപ്പാർന്ന് എന്തൊക്കെയാ നല്ല കോലണ്ട്, ഇതാണ് എനിക്ക് നന്നായി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊണ്ട് അണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്താലും ഇനി അത് എന്ത് പൊട്ടത്തരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അമ്മ. എന്നുവെച്ചാൽ അല്ലൂസും തുമ്പിയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ചീത്ത പറഞ്ഞാൽ അത് അങ്ങനെയല്ല, അത് സത്താണ്, അത് സെറ്റാണെന്നൊക്കെ പറയും കേട്ടോ. ഭയങ്കര സപ്പോർട്ടാണ് അമ്മ, മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കാണിച്ചു കൊടുത്തു നമ്മൾ. ഇനി അടുത്ത പീസിനെ നമുക്ക് വിളിക്കാം, കല്യാണീനെ വിളിക്കാൻ കേട്ടോ. ഇവളിൻ്റെ ഓരോ വീഡിയോ കോൾ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നോക്കുക. എന്താ സാരിയാണോ ഓർണമെൻറ്റ്സ് ആണോ കൊളാബ് വന്ന് എന്ത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അത് ഓളെ വിളിച്ച് കാണിച്ചു കൊടുക്കും കേട്ടോ. ഇത് കണ്ടിട്ട് കുറേ ചിരിച്ചിട്ടോ അവൾ, ഇതെന്ത് കോലാണിതെന്ന്. എല്ലാവർക്കും കുറച്ച് നേരം ചിരിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തോ ഇല്ലേ? സത്യം പറ, നിങ്ങളൊരു ഇച്ചിരിയെങ്കിലും ചിരിച്ചോണ്ടല്ലേ വീഡിയോ കണ്ടിട്ടുണ്ടാവുക അല്ലേ? ഇവളിതോ ഇടയ്ക്ക് ഓടുന്നതെന്നറിയോ, അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷീബമ്മ ഉണ്ട്, അപ്പോൾ ഇതാ ഞാനൊന്ന് പോയി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഷീബമ്മയ്ക്ക് ഓടിപ്പോയി കാണിച്ചു കൊടുക്കാൻ പോകും. അപ്പം നേരെ കട്ടേനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിലേക്ക്. ഇനി ഓൻ കണ്ടിട്ട് എന്താണോ എന്തോ പറയുക. അങ്ങനെ വേഗം കൊണ്ടുപോയി ഷീബമ്മയെ കാണിച്ചു കൊടുത്തിട്ടോ. അപ്പം തന്നെ കറക്റ്റ് ടൈമിന് മൂപ്പരും ഇത് ആഡായിട്ടുണ്ട്. നോക്കണേ എന്താ ഈ കോല എന്നുള്ള മട്ടിൽ. ഷീബമ്മയൊക്കെ ചിരിച്ച് മതിയായിട്ടോ. ഇവരെല്ലാവരും കൂടി ചിരിച്ച് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി, ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഗൈസ്. ഓരോ പരിപാടിയും കഴിഞ്ഞ് പോയി ഗൈസ്. ഇനി ഇത് ഞാൻ എങ്ങനെ വെളുപ്പിക്കണം, ഇതെല്ലാം ഞാൻ എങ്ങനെ തുടച്ച് പോക്കണം? എണ്ണ തേച്ച അറിയാലേ, എണ്ണ തേച്ച് എന്നെ പോക്കേണ്ടി വരും ഗൈസ്. എന്തായാലും എല്ലാവരും കോമഡി ആയിപ്പോയി. ഞാൻ എല്ലാവരും വീഡിയോ കോൾ ചെയ്ത്, പക്ഷേ എന്താ പറയാ എല്ലാവരും ഞെട്ടി. ഞാൻ എന്താ അത് അയ്യോ. അപ്പൊ ഗൈസ് ഞാൻ ഇതൊക്കെ ഒന്ന് പോയി വൃത്തിയാക്കി വരാം. ഓക്കെ ബൈ.